സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും മറ്റു പരിപാടികളിലും പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയത് വലിയ വാർത്തയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹ ചടങ്ങിൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച് ചടങ്ങിൽ പങ്കെടുത്ത മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് അക്ഷതവും നൽകിയ ശേഷമായിരുന്നു മോദി മടങ്ങിയത്. ഇതിനിടെ കേരളത്തിലെ കരിക്കിൻ്റെ ആരാധകനായി മാറിയിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്ര രുചിയുള്ള കരിക്കിൻ വെള്ളം മറ്റെവിടെ നിന്നും കുടിച്ചിട്ടില്ലെന്നാണ് മോദി പറഞ്ഞത്. കേരളത്തിലെ നാടൻ കരിക്കിൻ്റെ മധുരം മനം കവർന്നുവെന്ന് എറണാകുളം ഗസ്റ്റ് ഹൗസ് ജീവനക്കാരോടാണ് അദ്ദേഹം പങ്കുവച്ചത്. മാത്രമല്ല, കൊച്ചിയിൽ നിന്ന് മടങ്ങിയപ്പോൾ 20 നാടൻ കരിക്കുകൾ ഡൽഹിക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കൊച്ചിയിലെ റോഡ് ഷോ കഴിഞ്ഞിട്ട് ഗസ്റ്റ് ഹൗസിലെത്തിയ മോദിക്ക് കരിക്കിൻ വെള്ളമായിരുന്നു വെൽക്കം ഡ്രിങ്കായി നൽകിയത്. രാജ്യത്തുടനീളം സഞ്ചരിക്കുമ്പോൾ കരിക്ക് കുടിക്കാറുണ്ടെങ്കിലും കേരളത്തിലെ കരിക്കിൻ്റെ രുചി കൂടുതൽ ഇഷ്ടപ്പെട്ടുവെന്നും മടങ്ങുമ്പോൾ കൊണ്ടുപോകാൻ കരിക്ക് വേണമെന്നും SPG ഉദ്യോഗസ്ഥർ മുഖേനയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടത്. ആ ആവശ്യം കേട്ടയുടൻ നമ്മുടെ പോലീസ് പുലർച്ചെ മറൈൻ ഡ്രൈവിലെ കട തുറപ്പിച്ച് 20 നാടൻ കരിക്കുകൾ മോദിയുടെ ഗസ്റ്റ് ഹൗസിലെത്തിച്ചു. ചെത്താതെ കുലയായി തന്നെയായിരുന്നു കരിക്ക് ഡൽഹിക്ക് കൊണ്ടുപോയത്. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള വ്രതത്തിലായിരുന്നതിനാൽ ഇളനീരും പഴങ്ങളും ഡ്രൈ ഫ്രൂട്ട്സും മാത്രമായിരുന്നു കേരള സന്ദർശനത്തിൽ പ്രധാനമന്ത്രി കഴിച്ചത്. ഗസ്റ്റ് ഹൗസിലെ റൂമിൽ നിലത്ത് യോഗ മാറ്റും പുതപ്പും വിരിച്ചായിരുന്നു ഉറക്കവും.